സുഹൃത്തുക്കളെ, കേരളത്തിൽ മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗവും കൊലപാതകത്തിൻ്റെ എണ്ണവും ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് നടക്കുന്ന ചർച്ചകൾ യഥാർത്ഥ കാരണം മൂടിവെച്ചുകൊണ്ട് പ്രശ്നത്തിനുള്ള പരിഹാരം കണ്ടെത്തുവാൻ സഹായകരമല്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ അതിനെ സംബന്ധിച്ച് ഉള്ള ഒരു പരിശോധന നടത്തുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഇന്ത്യയിൽ മദ്യത്തിന്റെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2005 ആളോഹരി മദ്യത്തിന്റെ ഉപയോഗം 2.5 ലിറ്റർ ആയിരുന്നുവെങ്കിൽ 2016 ഇത് 5.7 ലിറ്ററായി വർദ്ധിച്ചു. കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. 2021 5 ലക്ഷം ലിറ്റർ മദ്യമാണ് കേരളത്തിൽ വിറ്റിരുന്നത് എങ്കിൽ അത് 2023 ആയപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ 6 ലക്ഷം ലിറ്ററായിട്ട് വർദ്ധിച്ചു. മയക്കുമരുന്നുകളെ സംബന്ധിച്ച് കണക്കുകൾ ലഭ്യമല്ല. കാരണം അത് കണക്കുകൾ ആക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള വിതരണവും ഉപയോഗവുമാണ് ഈ വസ്തുവിനെ സംബന്ധിച്ച് നടക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഉപയോഗവും വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം നമ്മെ ആശങ്കപ്പെടുത്തേണ്ടതാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മദ്യത്തിന്റെ ഉപയോഗത്തില് കേരളമാണ് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് എന്ന പ്രചരണം വളരെ ശക്തമാണ്. ഇത് മറ്റ് സാധാരണ എല്ലാ പ്രചരണങ്ങളും നടക്കുന്ന പോലെ തന്നെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു പ്രചരണമാണ്. കാരണം കേരളത്തിന് മുൻപില് മദ്യത്തിന്റെ ഉപയോഗത്തിൽ കേരളത്തിന്റെ ഒക്കെ മുൻപിലായിട്ടുള്ള സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് ഉണ്ട്, സിക്കിം, തെലങ്കാന, ഛത്തീസ്ഗഡ്, ത്രിപുര, പഞ്ചാബ്, ഗോവ, ആൻഡമാൻ ആൻഡ് നിക്കോബാർ, UP, മണിപ്പൂർ, ഹരിയാന, ഡൽഹി, ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ പുറകിലാണ് കേരളം എന്ന സത്യം വിസ്മരിക്കുവാൻ പാടില്ല. എന്നാൽ ഇത് പറഞ്ഞത് കേരളത്തിന്റെ പ്രശ്നം ലഘുവാണ് എന്ന് സ്ഥാപിക്കുവാനോ ആ ചിന്ത ഉണ്ടാക്കുവാനോ അല്ല. പല കാര്യങ്ങളെക്കുറിച്ചും ഉള്ള ചർച്ചകളിൽ തീർത്തും അസത്യമായ ചില പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് നടക്കുന്നത് എന്നുകൊണ്ട് മാത്രം ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗത്തിന്റെ കാരണം എന്താണ് എന്നാണ് പരിശോധിക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ചർച്ചയിൽ, കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ മദ്യവും മയക്കുമരുന്നും ഉപയോഗം കേരളത്തിൽ വർദ്ധിക്കുവാനുള്ള കാരണം ആയിട്ട് പരാമർശിക്കപ്പെടുന്നത് 2 ഒന്ന് ഇടതുപക്ഷ ഭരണം, മറ്റൊന്ന് മുസ്ലിങ്ങളുടെ സ്വാധീനം. ഞാൻ അല്പം മുമ്പ് പറഞ്ഞതുപോലെ തീർത്തും വസ്തുതാപരമല്ലാത്ത ഒരു സമീപനമാണ് ഇതിനെക്കുറിച്ചും കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? അത് പരിശോധിക്കാതെ യഥാർത്ഥ കാരണങ്ങൾ മൂടിവെക്കപ്പെടുവാൻ മാത്രമേ ഇത്തരം വസ്തുതാപരമല്ലാത്ത പരാമർശനങ്ങൾ സഹായിക്കുകയുള്ളൂ എന്നുള്ളതാണ് എനിക്കുള്ള ആശങ്ക. യഥാർത്ഥ കാരണങ്ങൾ എന്താണ്? പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. ഒന്ന്, പാശ്ചാത്യ രീതിയിലുള്ള വികസന സമ്പ്രദായം വികസനത്തിന്റെ ഒരു സംഭാവനയാണ് മദ്യവും. ഉപഭോഗ സംസ്കാരം വളരെയധികം അത്യുച്ഛാവസ്ഥയിലെത്തുക, അതിന്റെ ഭാഗമായിട്ട് തന്നെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിക്കുക എന്നു മാത്രമല്ല കൊലപാതകങ്ങളും ആത്മഹത്യകളും മനോരോഗത്തിന്റെ നിരക്കും ഒക്കെ വർദ്ധിക്കുന്നു എന്നുള്ളത് പാശ്ചാത്യ രീതിയിലുള്ള വികസന മാതൃകയുടെ ഒരു സംഭാവനയാണ്.
വികസനത്തിൽ ഏറ്റവും മുന്നേറിയ രാജ്യങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം വളരെ മുമ്പിലാണ്. കേരളവും പാശ്ചാത്യ മാതൃകയിലുള്ള വികസനം പ്രാപ്യമാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ കാരണം. വരുമാനം കൂടുമ്പോൾ ഉപഭോഗം കൂടുന്നു. ഉപഭോഗം കൂട്ടുന്നവരാണ് മദ്യവും മയക്കുമരുന്നിന്റെ ഉപഭോഗത്തിലേക്കും മാറുന്നത്. ഈ വസ്തുത അംഗീകരിക്കാതെ ഉള്ള ചർച്ചകൾ ഗുണത്തിനു പകരം ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ, പാശ്ചാത്യ മാതൃകയിലുള്ള വികസനത്തിന്റെ വൈകല്യങ്ങളെ സംബന്ധിച്ചുള്ള പരിശോധനയും പുനഃപരിശോധനയും ആണ് സമൂഹത്തിൽ വേണ്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ അത് അശേഷം നടക്കുന്നില്ല. പാശ്ചാത്യ മാതൃകയിലുള്ള വികസനം വേണം എന്ന് മുറവിളി കൂട്ടുകയും അതിനോടൊപ്പം ആ പാക്കേജിൽ ഉൾപ്പെട്ട ചില ഐറ്റംസ് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത് യാഥാർത്ഥ്യബോധം ഉള്ള ഒരു സമീപനം അല്ല. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാരണം കൂടെ ഉള്ളത് സിനിമകളുടെയും സീരിയലുകളുടെയും സ്വാധീനം. വലിയ വിശദീകരണം ആവശ്യമില്ലാത്ത കാര്യമാണ്. കുട്ടികളിൽ പോലും കുറ്റവാസനയും ഒക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇതിനെ നിയന്ത്രിക്കുവാനും നമുക്ക് കഴിയുന്നില്ല. അതിനെക്കുറിച്ച് വേണ്ടത്ര ഫലവത്തായ ചർച്ചകളും ഉണ്ടാകുന്നില്ല എന്ന് നാം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ പ്രധാന കാരണം മതങ്ങളുടെ പരാജയം ആണ്. ജനങ്ങൾക്ക് മൂല്യബോധം ഉണ്ടാക്കി കൊടുക്കുവാൻ ഉള്ള ബാധ്യതയുള്ളത് മതങ്ങൾക്കാണ്. അധിക ഉപഭോഗം പാപമാണ് എന്നാണ് മുൻകാലങ്ങളിൽ മതങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഉപഭോഗത്തിലും ആഡംബര ജീവിതവും ദൈവം നൽകുന്ന അനുഗ്രഹം ആണ് എന്ന് ആണ് മതങ്ങൾ പഠിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഉപഭോഗ തൃഷ്ണ ജനങ്ങളിൽ വർദ്ധിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം വിസ്മരിച്ചു. ഇത് പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച ചില കണക്കുകൾ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിരിക്കുന്നു. ഇതാണ് ആ കണക്ക്. 2015 സ്ഥിതിവിവര കണക്കാണ്. വിവിധ മതസ്ഥരിൽ മദ്യം ഉപയോഗിക്കുന്ന പുരുഷന്മാരുടെ ശതമാനം ആണ് താഴെ പറയുന്നത്. ക്രിസ്ത്യാനികളിൽ 42.8%, സിഖുകാരിൽ 33.8%, ബുദ്ധമതക്കാരിൽ 32%, ഹിന്ദുക്കളിൽ 31.6%, ജൈനന്മാരിൽ 15.5%, മുസ്ലിങ്ങളിൽ 11.3%. ഇത് ഇന്ത്യയിലെ കണക്കാണ് 2015. അപ്പൊ ഇത് വസ്തുതകൾ ഇതായിരിക്കെ മദ്യപാനം വർദ്ധിക്കുവാനുള്ള കാരണം ഇടതുപക്ഷ പാർട്ടികളും മുസ്ലിങ്ങളും ആണ് എന്ന് പറയുന്നത് പച്ചക്കള്ളത്തിന്റെ പ്രചരണം അല്ലയോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇതിനോടനുബന്ധമായിട്ടുള്ള സാമൂഹ്യ ആഘാതങ്ങളെ സംബന്ധിച്ചുള്ള സ്ഥിതിവിവര കണക്കുകൾ കൂടെയുണ്ട്, അതുകൂടെ വായിക്കാം. വിവിധ മതസ്ഥരിലെ ആത്മഹത്യാ നിരക്ക് 1,00,000-ൽ ഇത്ര ആള് എന്നുള്ള തരത്തിലാണ്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ 17.4 പേര് 1,00,000-ൽ, ഹിന്ദുക്കളുടെ ഇടയിൽ 11.3, മുസ്ലിങ്ങളുടെ ഇടയിൽ 7, സിഖുകാരുടെ ഇടയിൽ 4. മൊത്തം ജനസംഖ്യയിൽ 10.6 പേര് 1,00,000-ൽ ആത്മഹത്യ ചെയ്യുമ്പോൾ വിവിധ മതസ്ഥരിലെ ആത്മഹത്യയുടെ കണക്കാണ് ഇത്. ഇവിടെ പ്രധാനമായിട്ടും ക്രിസ്തുമതത്തിന്റെ പരാജയം ഈ കാര്യത്തിൽ വ്യക്തമാക്കുന്നതാണ്. ഒരു വസ്തുതയുടെ ഇവിടെ ഉണ്ട്. വിവിധ മതസ്ഥരുടെ ഇടയിലെ കുടുംബ ശൈഥില്യത്തിന്റെ കണക്കാണ് 2011. അവിടെയും വിവാഹിതരായ 1000 സ്ത്രീകളിൽ ഉള്ള കുടുംബ ശൈഥില്യമാണ്. ബുദ്ധമതക്കാർ ആണ് ഒന്നാം സ്ഥാനത്ത് 17.6, അതിന്റെ തൊട്ടടുത്ത് 16.6 ക്രിസ്ത്യാനികൾ, മുസ്ലിങ്ങൾ അതിന്റെ പുറകിലാണ് 11.6,
ഹിന്ദുക്കൾ 9.1, സിഖുകാർ 6.2, ജൈനന്മാർ 6.2. ഈ വസ്തുതകൾ എന്താണ് വ്യക്തമാക്കുന്നത്? പൊതുവെ മതങ്ങളുടെ പരാജയമാണ് ഇത്തരം സാമൂഹ്യ ആഘാതങ്ങളുടെ എല്ലാം കാരണം. അതിൽ 2 കാര്യങ്ങളിൽ ക്രൈസ്തവ മതങ്ങളാണ് മുമ്പിലെന്നും, മൂന്നാമത്തെ കാര്യത്തിൽ 2ാം സ്ഥാനം ക്രൈസ്തവ മതങ്ങൾക്ക്. പക്ഷെ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ, പ്രത്യേകിച്ച് ബിഷപ്പന്മാര്, നിരന്തരം അപലപിക്കുന്നത്, അവർ അപരാധിപ്പെടുന്നത് ഇവിടെ മുസ്ലിങ്ങളും ഇടതുപക്ഷവുമാണ് ഇവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതിയെ തകിടം മറിക്കുന്നതെന്നും സാമൂഹ്യ ദോഷങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്നുമുള്ള പ്രചരണം നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ബിഷപ്പന്മാർ എന്നുള്ള കാര്യം ഈ വസ്തുതകളുമായിട്ട് പശ്ചാത്തലത്തിൽ നാം പരിശോധിക്കേണ്ടതാണ്, ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് ഇതുമായിട്ട് ബന്ധത്തിൽ പ്രധാനമായിട്ടും പറയുവാനുള്ള ഒരു കാരണം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയേണ്ടിയിരിക്കുന്നു. ഇടതുപക്ഷ പാർട്ടികളാണ് ഇവിടെ ആത്മഹത്യയും മദ്യത്തിന്റെ ഉപയോഗവും ആത്മഹത്യയും കൊലപാതകവും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന്റെ കാരണം എന്ന് പറയുന്നു എന്നാണ് പ്രചരണം, ശക്തമായ പ്രചരണം. ഇടതുപക്ഷത്തിനെതിരെ ആ പ്രചരണം നടത്തുന്നതിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല. പല കാര്യങ്ങളിലും ഇടതുപക്ഷ പാർട്ടികൾ രൂക്ഷമായി വിമർശിക്കപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഓരോ കാര്യങ്ങളിൽ വിമർശനം നടത്തുമ്പോൾ അത് സത്യസന്ധവും വസ്തുനിഷ്ഠവും ആയിരിക്കണം. ഇന്ത്യയിലുള്ള എല്ലാ പാർട്ടികളുടെ ഇടയിൽ 2 പാർട്ടികളിൽ മാത്രമാണ് മദ്യപാനം പാർട്ടി അംഗത്വത്തിന് ഉള്ള അയോഗ്യതയായി അവരുടെ ഭരണഘടനയിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് CPM-ഉം CPI-യുമാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണഘടനയിൽ ഇത് എഴുതി വെച്ചിട്ടില്ല. വളരെ അടുത്ത കാലത്ത് കോൺഗ്രസ് ഡൽഹിയിൽ നടന്ന അവരുടെ പുനഃസംഘടനയിലെ പ്രധാന തീരുമാനങ്ങൾ എടുത്തപ്പോൾ മദ്യപാനം അംഗത്വത്തിന്റെ അയോഗ്യതയായി പരിഗണിക്കണം എന്ന നിർദ്ദേശമുണ്ടായി, ചർച്ചയുണ്ടായി. പക്ഷെ അത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അത് പത്രങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. അടുത്ത കാലത്ത് 5-6 വർഷത്തിന് മുമ്പാണ്. ഇത് വിസ്മരിക്കുവാൻ പാടില്ല. CPM-നെ ഒരുപാട് വിമർശിക്കാനുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ സത്യം സത്യമായിട്ട് തന്നെ ആയിരിക്കണം, വസ്തുതാപരമായിരിക്കണം. മറ്റൊന്ന് വളരെ വളരെ ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. കേരളത്തിലുള്ള ഒരു ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിലും മദ്യപാനം അംഗത്വത്തിന് അയോഗ്യമായിട്ട് പ്രഖ്യാപിക്കാൻ ഒക്കത്തില്ല. കാരണം ജനിക്കുമ്പോഴേ മാമോദീസ മുഖ്യ അംഗമാകുന്നു. അത് അവിടെ കിടക്കട്ടെ, അത് അപ്രായോഗികമാണ്. എന്നാൽ സഭകളുടെ ഭരണസമിതിയിൽ അംഗമാകുന്നതിന് മദ്യപാനം ആക്കുന്ന നിയമം ഒരു സഭകളുടെ ഭരണഘടനയിലുമില്ല. ഞാൻ അംഗമായ സഭയിലെ ഔദ്യോഗിക അതിന്റെ പരമാധികാര സഭയില് ഇത് ഒരു അയോഗ്യതയായി തീരുമാനിക്കണം എന്നൊരു പ്രമേയം എഴുതി കൊടുത്തു. പക്ഷെ ആ പ്രമേയം അതിന് അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നീട് സഭാ നേതൃത്വത്തിലുള്ള ചിലർ അനുമതി നിഷേധിക്കാനുള്ള കാരണം എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ, സ്വാതന്ത്ര്യമുള്ളപ്പോൾ വിളിച്ചു പറഞ്ഞത്, സാറേ കാര്യമൊക്കെ ശരിയാ, ഇതിങ്ങനൊരു നിയമം പാസ്സാക്കിയാൽ നമ്മുടെ പള്ളി കമ്മിറ്റികളിലൊക്കെ വല്ലയിടത്തും കമ്മിറ്റിക്ക് ആളിനെ കിട്ടുണ്ടായോ? ഇതാണ് യാഥാർത്ഥ്യം. ഇത് യാഥാർത്ഥ്യമല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? പല സഭകളുടെയും സ്ഥിതി ഇതാണ്. അപ്പോൾ വസ്തുത ഇങ്ങനെയായിരിക്കുകയാണ്. ഇവിടെ മദ്യപാനം വർദ്ധിക്കുവാനുള്ള കാരണം മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് പറയുന്നതാരാണ്? ഈ ബിഷപ്പന്മാരും അവരെ പിന്തുണയ്ക്കുന്ന ആളുകളുമാണ് കൂടുതൽ ശക്തമായി പറയുന്നത്. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിങ്ങളെ വിമർശിക്കുന്നതിന് എനിക്ക് യാതൊരു എതിർപ്പുമില്ല, പരാതിയുമില്ല. പക്ഷെ പ്രശ്നം കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം മറച്ചുവെക്കുവാനുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം കണ്ടെത്തുവാനല്ല, യഥാർത്ഥ പ്രശ്നം മറച്ചുവെക്കുവാനുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ അപകടകരമായ ഒരു പ്രവണത ആണ് എന്ന കാര്യം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഏത് വിഷയത്തെ സംബന്ധിച്ചും വസ്തുതാപരമായി സത്യസന്ധമായി ആത്മവിമർശനത്തോടുകൂടി ഉള്ള ചർച്ചകളും
കണ്ടെത്തലുകളും പരിഹാര മാർഗങ്ങളും കണ്ടുപിടിച്ചില്ലെങ്കിൽ കേരളം വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. വർദ്ധിച്ചു വരുന്ന മദ്യപാനത്തിനേക്കാളും ആത്മഹത്യയെക്കാളും കൊലപാതകങ്ങളെക്കാളും അപകടകരമാണ് പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ മറച്ചുവെക്കുന്ന ഉദ്ദേശത്തോടുകൂടി വ്യാപകമായി നടക്കുന്ന ചർച്ചകൾ എന്ന കാര്യം പറഞ്ഞുകൊണ്ട്, എന്ന വസ്തുത ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളും ചിന്തകളും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.